എന്താണ് ആ വേർഡ് മീൻ ചെയ്യുന്നത്? ട്രാൻസിയന്റ്. Okay, good morning to all. Okay, today I would like to discuss about that is transient or unsteady heat conduction. Okay, first of all, what is that transient heat conduction? ഈ ട്രാൻസിയന്റ് എന്നുള്ള വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത്? ട്രാൻസിയന്റ്. ആ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ട്രാൻസിയന്റ് ഓർ അൺസ്റ്റഡി ഹീറ്റ് കണ്ടക്ഷൻ. ട്രാൻസിയന്റ് ഓർ അൺസ്റ്റഡി ഹീറ്റ് കണ്ടക്ഷൻ. ഓക്കെ, നമുക്ക് അറിയാം സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ടെമ്പറേച്ചറിനനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല? ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അൺസ്റ്റഡി. എന്താണ് പ്രത്യേകത? ടൈമിനനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോ അൺസ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? ടെമ്പറേച്ചർ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ടൈമിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ പറയുന്ന പേരാണ് അൺസ്റ്റഡി സ്റ്റേറ്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അൺസ്റ്റഡി സ്റ്റേറ്റ്. ഈ അൺസ്റ്റഡി സ്റ്റേറ്റിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ബിടെക് കഴിഞ്ഞ് പോവുകയാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കുകയാണ്, നിങ്ങൾ ട്രാൻസിയന്റ് ഹീറ്റ് ട്രാൻസ്ഫർ നിങ്ങൾ അനാലിസിസ് ചെയ്തിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആൻസസ് എന്നുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ആൻസസ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു പൈപ്പിനുള്ളിലൂടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് നമ്മൾ ചെയ്യാതെ, നമുക്കൊരു ഉദാഹരണത്തിന് നമ്മൾ ഉണ്ടാക്കി ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനാലിസിസ് അതിനകത്ത് ചെയ്യാൻ പറ്റും, ആൻസസിനകത്ത്. ഓക്കെ, അപ്പൊ ആൻസസ് ഫ്ലുവന്റ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലോ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ലിക്വിഡ് ആവാം, ഗ്യാസ് ആവും, രണ്ടിന്റെയും അനാലിസിസ് നമുക്ക് അവിടെ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ ചോദിക്കും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ, സ്റ്റഡി സ്റ്റേറ്റ് നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ ട്രാൻസിയന്റ് നിങ്ങൾ ചെയ്തോ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഈ ട്രാൻസിയന്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസ്റ്റഡി ആണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബോഡി ഒരു ടെമ്പറേച്ചർ അടുത്ത ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു ഇക്വിലിബ്രിയം പോയിന്റ് നിന്ന് അടുത്തൊരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വരും. പിന്നെയും ടൈം വേരി ചെയ്യുമ്പോൾ അടുത്തൊരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി വേരി വിത്ത് ടൈം. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഓരോ പോയിന്റിലും ഇക്വിലിബ്രിയം പൊസിഷനിലെത്തും. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? അൺസ്റ്റഡി ഓർ ട്രാൻസിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പീരീഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ദ ടെമ്പറേച്ചർ വേരി വിത്ത് ടൈം. എന്താ പറയണത്? ഡ്യൂറിംഗ് ദ പീരീഡ് എന്താണ്? ഡ്യൂറിംഗ് ദ പീരീഡ് എന്ത് ചെയ്യുന്നത്? ദ ടെമ്പറേച്ചർ വേരി വിത്ത് എന്താണ്? ടൈം. ആൻഡ് ദ ബോഡി സെഡ് ടു ബി എന്താണ്? അൺസ്റ്റഡി സ്റ്റേറ്റ് ഓർ ട്രാൻസിയന്റ്. എന്താ പറയണത്? അൺസ്റ്റഡി സ്റ്റേറ്റ് ഓർ ട്രാൻസിയന്റ്. ഓക്കെ, നോക്കാം നെക്സ്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസിയന്റ് കണ്ടക്ഷൻ എന്നുള്ളത്. ഇനി നമ്മൾ ഇത് എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ട്രാൻസിയന്റ് കണ്ടക്ഷൻ എന്നുള്ളത് എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? നോക്കാം. നമുക്കറിയാം ഐ സി എഞ്ചിന്റെ കൂളിംഗ്, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ട്രാൻസിയന്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഡിയേറ്റർ യൂസ് ചെയ്ത് എഞ്ചിൻ കൂൾ ചെയ്യുവാണ്. എഞ്ചിൻ കൂൾ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് വരുമ്പോൾ അങ്ങനെയാണ് അല്ലെ? ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയോ ടെമ്പറേച്ചർ കുറയുകയോ ചെയ്യുന്നു അല്ലെ? അതെന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസിയന്റ് കണ്ടക്ഷൻ ആണ്. ഓക്കെ, ഓട്ടോമൊബൈൽ എഞ്ചിൻ, അത് നമ്മൾ പറഞ്ഞ നേരത്തെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഓട്ടോമൊബൈൽ എഞ്ചിൻസ് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് മെറ്റൽ ബില്ലറ്റ്സ്. നമ്മളൊരു മെറ്റലിന്റെ ബില്ലറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ ഹീറ്റ് ചെയ്യുവാണെങ്കിലോ കൂൾ ചെയ്യുവാണെങ്കിൽ എന്താ പ്രത്യേകത? ട്രാൻസിയന്റ് അല്ലേ? ഇവിടെ എന്താണ്? ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നു.
അല്ലെ? ഫ്രീസിങ് അല്ലെങ്കിൽ കൂളിംഗ് ഓഫ് ഫുഡ്, ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് ആൻഡ് ഫ്രീസിംഗ് ഓഫ് ഫുഡ്. ഫുഡ് ആണെങ്കിലും സെയിം കോൺസെപ്റ്റ് അല്ലേ? ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫുഡിനെ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കുറയുന്നു അല്ലെ? ഫുഡിന്റെ ടെമ്പറേച്ചർ കുറയുന്നു. ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ഓഫ് മെറ്റൽസ്, നമ്മൾ ക്വെഞ്ചിങ്. അതെന്താ പ്രത്യേകത? നമ്മൾ ഒരു ഹീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കുക ചെയ്യുന്നത്. അവിടെയും എന്താ പ്രത്യേകത? ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കുറയും. ഇതൊക്കെയാണ് ബേസിക് നമ്മുടെ എന്ത് വരുന്നുണ്ടാവുക, നമ്മുടെ എക്സാമ്പിൾസ് നമുക്ക് വരുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ടെമ്പറേച്ചർ എന്നുള്ളത്, ടെമ്പറേച്ചർ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ വേരി ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ്. മാത്രമല്ല അവിടെ എന്തുണ്ട്, ടൗ എന്നുള്ള ഒരു പുതിയ ടൈം വന്നു. ടൗ എന്ന് വെച്ചാൽ എന്താണ്? ടൈമാണ്, സ്മോൾ ടി ആണ്. ഓക്കെ, ഇവിടെ സ്മോൾ ടി റെപ്രസെന്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ്, ടി ആണ് ശരിക്കും. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഇങ്ങനെയാണ് ഇത് വേണമെങ്കിൽ എഴുതാം, ടെമ്പറേച്ചർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് കോമ ടി. മനസ്സിലായോ? അൺസ്റ്റഡി സ്റ്റേറ്റ് മനസ്സിലായല്ലോ? ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് കോമ സ്മോൾ ടി. നമുക്ക് നോക്കാം. ഇനി ഇത് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. രണ്ട് തരത്തിലാണ് ട്രാൻസിയന്റ് സ്റ്റേറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. ഒന്ന് പീരിയോഡിക്കലി അറ്റൈൻ ചെയ്യും. പീരിയോഡിക്കലി അറ്റൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? പീരിയോഡിക് വേരിയേഷൻ ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് IC എഞ്ചിൻ സിലിണ്ടർ. നമുക്കറിയാം പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഇല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പിസ്റ്റൺ ഉണ്ട് അല്ലെ? പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഒരു പീരീഡിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, ഫോർവേഡ് സ്ട്രോക്കും വരും, എന്ത് ചെയ്യും, ബാക്ക്വേർഡ് സ്ട്രോക്കും വരും, രണ്ട് സ്ട്രോക്കും വരും. അതൊരു പീരീഡ് ആണ്, ഒരു സൈക്ലിക് പീരീഡ് ആണ് അല്ലെ? ഒരു പീരീഡിൽ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു പീരീഡിൽ എന്ത് ചെയ്യും, കൂളിംഗ്. അതാണ് ഒരു റെഗുലർ ആയിട്ട് ഹീറ്റിംഗ് എന്ത് വേണമെങ്കിൽ ആവാം, ട്രാൻസിയന്റ് സ്റ്റേറ്റ് ടെമ്പറേച്ചർ അതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൂളിംഗ് ബാറിന് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൂൾ ചെയ്യാൻ മാത്രമേ വരുന്നത്. ഇതുപോലെ ഒരു പീരിയോഡിക് അല്ല. മനസ്സിലായോ? അതാണ് പീരിയോഡിക് വേരിയേഷൻ ഓഫ് ട്രാൻസിയന്റ് സ്റ്റേറ്റും നോൺ പീരിയോഡിക് വേരിയേഷൻ ഓഫ് ട്രാൻസിയന്റ് സ്റ്റേറ്റും എന്ന് പറഞ്ഞാൽ, ട്രാൻസിയന്റ് സ്റ്റേറ്റ് അൺസ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത് പീരിയോഡിക് ആയിട്ടാണെങ്കിൽ അതിന് പീരിയോഡിക് ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്നും, നോൺ പീരിയോഡിക് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യും, നോൺ പീരിയോഡിക് ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയും. പീരിയോഡിക് ട്രാൻസിയന്റ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് സിലിണ്ടർ ഓഫ് എൻ IC എഞ്ചിൻ. നോൺ പീരിയോഡിക് ട്രാൻസിയന്റ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് ഏത് ടൈപ്പ് ഓഫ് എന്തിനെ നമ്മൾ കൂൾ ചെയ്യുവാണെങ്കിൽ അത് അതിനകത്ത് വരും. മനസ്സിലായോ? കൂളിംഗ് ഓഫ് ബാർ, സംതിങ് വാട്ടർ, അങ്ങനെയുള്ള എന്ത് സംഭവം, എന്തിന് നമ്മൾ ഫുഡ് കൂൾ ചെയ്യുന്നു, എന്ത് സാധനം കൂൾ ചെയ്യുവാണെങ്കിലും അതിനകത്ത് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസാണ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ട്രാൻസിയന്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അൺസ്റ്റഡി സ്റ്റേറ്റിന്റെ അനാലിസിസിനെ നമ്മൾ പറയുന്ന പേരാണ് ലംപ്ഡ് പാരാമീറ്റർ അനാലിസിസ്. മനസ്സിലായോ? ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷന്റെ അനാലിസിസിനെ നമ്മൾ പറയുന്ന പേരാണ് ലംപ്ഡ് പാരാമീറ്റർ അനാലിസിസ്. എന്താ നമ്മൾ പറയാ? ലംപ്ഡ് പാരാമീറ്റർ അനാലിസിസ്. എല്ലാ സോളിഡ് ബോഡിയിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്, നമുക്ക് അവിടെ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഉണ്ട്. എന്താ പ്രത്യേകത? നമുക്കറിയാം, ഒരു ബോഡി എടുത്തു, അപ്പൊ നമുക്കറിയാം ബോഡിയുടെ ടെമ്പറേച്ചർ എന്നുള്ളത്, ഇവിടെ നമുക്കറിയാം ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രിയാണ്. ഓക്കെ, പക്ഷെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഒരു 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ എന്താ പ്രത്യേകത? നമ്മൾ എടുക്കുമ്പോൾ ഈ ബോഡിക്ക് ഒരു തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതാണ് K. മനസ്സിലായോ? ഈ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഉണ്ട്. എന്താ പ്രത്യേകത? ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ TIയും ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ TAയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 40 ആണ്, അവിടെ 36 ആണ്. അവിടെ ടെമ്പറേച്ചർ എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. അവിടെ ടെമ്പറേച്ചർ എന്തുണ്ട്? ഗ്രേഡിയന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി, അതവിടെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഏത് മെറ്റീരിയൽ എടുത്താലും അതിനകത്ത് വരുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ്, അത് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കണ്ടക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് എന്നുള്ളത് L/K. കണ്ടക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് എന്നുള്ളത് L/K. അതുപോലെ തന്നെ കൺവെക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് എന്നുള്ളത് 1/h/A. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. നമുക്കറിയാം തെർമൽ റെസിസ്റ്റൻസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടക്ഷൻ ആണെങ്കിൽ തെർമൽ റെസിസ്റ്റൻസ് ആണ് L/KA, കൺവെക്ഷൻ ആണെങ്കിൽ തെർമൽ റെസിസ്റ്റൻസ് ആണ് 1/h/A. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം, മുന്നേ പഠിച്ചതാണ്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് ഓർമ്മിച്ചെടുക്കുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ നമുക്കറിയാം, ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ടൈം റെസ്പോൺസ് ഓഫ് തെർമോകപ്പിൾ അല്ലെങ്കിൽ തെർമോമീറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ലംബഡ് പാരാമീറ്റർ അനാലിസിസ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ എന്താ പ്രത്യേകത? ദ പ്രോസസ് ഇൻ വിച്ച് എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് അസ്യൂംഡ് എന്താണ് നെഗ്ലിജിബിൾ. ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് അസ്യൂംഡ് എന്താണ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ഇറ്റ്സ് എന്താണ് സർഫസ് റെസിസ്റ്റൻസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ ന്യൂട്ടൺസ് ഹീറ്റിംഗ് ഓർ ന്യൂട്ടൺസ് കൂളിംഗ് എന്ന് പറയുന്നത്. എന്താ പ്രത്യേകത? ഈ പ്രത്യേകത എന്താണ്? ഇവിടെ എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ L/K അല്ലെങ്കിൽ 1/HA എന്നുള്ളത്. ഇതെന്താണ് അസ്യൂംഡ് ആസ് നെഗ്ലിജിബിൾ. മനസ്സിലായോ? അപ്പൊ ഇതിനെയാണ് ഇത് ഫോളോ ചെയ്യുന്ന ലോനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ലോ. അത് നമ്മൾ പിന്നീട് പഠിക്കും. മനസ്സിലായോ? സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ്. ഓക്കെ, നോക്കാം. അതുപോലെ തന്നെ ദ ടെമ്പറേച്ചർ ഇൻ ദിസ് പ്രോസസ് ഈസ് കൺസിഡേർഡ് ടു ബി യൂണിഫോം അറ്റ് എ ഗിവൺ ടൈം. ഒരു ടൈമിനകത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ് എല്ലായിടത്തും യൂണിഫോം ആയിരിക്കും. ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഈ അനാലിസിസിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ലംബഡ് പാരാമീറ്റർ അനാലിസിസ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡി എടുക്കുവാണ്, ഒരു സോളിഡ് എടുക്കുവാണ്. ആ സോളിഡിനകത്ത് അതിനകത്ത് ഏത് പോയിന്റ് ഓഫ് ടൈം എനി ടൈം എന്താണ് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് എന്താണ് ടെമ്പറേച്ചർ ആൻഡ് ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ട്രീറ്റഡ് ആസ് എന്താണ് വൺ ലെങ്ത്. അത് ഞാൻ പറയാം. ദാറ്റ് മീൻസ് എന്താണ് ഏത് പോയിന്റ് എടുത്താലും അവിടത്തെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എന്തായിരിക്കും x, y, z, t ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിലെ ദാറ്റ് ഈസ് അവിടുത്തെ എന്തായിരിക്കും ദാറ്റ് ഈസ് ഹീറ്റ്. അല്ലെങ്കിൽ അവിടെ ആ പോയിന്റ് ഓഫ് ടൈം നമ്മൾ എടുക്കുവാണെങ്കിൽ ഏത് ടൈം എടുക്കുവാണെങ്കിൽ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കും. അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്തായിരിക്കാം ടൈം ആവാം അല്ലെങ്കിൽ അവിടുത്തെ ഹീറ്റ് ആയിരിക്കാം. നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് ഇത് യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ഈ ഏരിയയിൽ നമുക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലംബഡ് പാരാമീറ്റർ അനാലിസിസ്. ഇങ്ങനെ തന്നെയാണ് ചോദിക്കാം. ഡിറൈവ് ലംബഡ് പാരാമീറ്റർ അനാലിസിസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. മനസ്സിലായോ? ഡിറൈവ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. സെയിം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ലംബഡ് പാരാമീറ്റർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ ഒരു ബോഡി എടുത്തിട്ടുണ്ട്. ലെറ്റ് us കൺസിഡർ ഒരു ബോഡി എടുത്തിട്ടുണ്ട്. ആ ബോഡിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഡോട്ടർ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? സർഫസ് ആണ്. ആയല്ലോ, അത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലംബഡ് പാരാമീറ്റർ അനാലിസിസ് ആണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? നെഗ്ലിജിബിൾ ആയിരിക്കണം. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? നെഗ്ലിജിബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള L/Ka നെഗ്ലിജിബിൾ ആയിരിക്കണം. കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 1/HA അതും എന്തായിരിക്കണം? നെഗ്ലിജിബിൾ ആയിരിക്കണം. അത് മനസ്സിലായി. ഇനി എന്താ നമ്മൾ പറയുന്നത്? ഇനി ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അങ്ങനത്തെ കൺസിഡറിൽ ഇതൊരു ബോഡി അല്ലെങ്കിൽ സിസ്റ്റം ആണ്. ആ സിസ്റ്റം എന്താണ്? ഡയറക്റ്റ് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന തെർമൽ റെസിസ്റ്റൻസ് ഇല്ല. അതിന് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ കൺവെക്ഷൻ ആണ്. എന്താണ്? ക്യൂ കൺവെക്ഷൻ ആണ് വരുന്ന എനർജി. ദാറ്റ് മീൻസ് എന്താണ്? കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ആ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? HA ഡെൽറ്റ ടി ആണ്. ക്യൂ കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? HA ഡെൽറ്റ ടി ആണ്. ക്യൂ കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? HA ഡെൽറ്റ ടി ആണ്. ദാറ്റ് മീൻസ് ക്യൂ കൺവെക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു H ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് A ഇൻറ്റു ഏരിയ ഇൻറ്റു T മൈനസ് TA എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചറും TA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറുമാണ്. ദാറ്റ് മീൻസ് T മൈനസ് TA. At the same time that is equal to എന്താണ്? കണ്ടക്ഷൻ ആണെങ്കിൽ എന്താണ് വരുന്നുണ്ടാവുക? MCP ഡെൽറ്റ ടി ആണ് വരിക. കണ്ടക്ഷൻ ആണെങ്കിൽ എന്താ വരുന്നുണ്ടാവുക? MCP ഡെൽറ്റ ടി ആണ് വരിക. അതിൽ C എന്ന് പറയുന്നത് ഇതാണ്. M എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. ഫ്രം ദിസ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അതോടെ കൊടുത്തിരിക്കുന്നത് -KA ഡെൽറ്റ ടി. അത് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് മൈനസ് റോ VC ഇൻറ്റു ഇവിടെ
നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പ്രശ്നം വരും. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതെന്താണ്, എന്താണ് ഡി ടൗ എന്ന് പറയുന്നത് ടൈം ആണ്, ഈ സ്മോൾ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. മനസ്സിലായോ? അത് ഇങ്ങനെയും എഴുതാം, എം സി പി ഡെൽറ്റ ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, റോ സി അല്ല സോറി റോ വി ഇൻറ്റു സി ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, ഡി ടി. ദാറ്റ് മീൻസ് ഡി ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ സ്മോൾ ടി. ഇങ്ങനെയും നമുക്ക് ഇത് എഴുതാം. ഇതേ കോൺസെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ആണ്, ടൈം എന്നുള്ളത് എത്രയാണ്, 0 ആണ്. അപ്പൊ ഇനീഷ്യൽ ടൈം എന്നുള്ളത് 0 ആണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ടി ഐ ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്, ടി ഐ ആണ്. അതാണ് ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻ. ഇനി വെൻ അവിടെ ടൈം എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ടെമ്പറേച്ചർ എന്നുള്ളത് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്തായിരിക്കും, ടൈം ആയിരിക്കും. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്തായിരിക്കും, ടൈം ആയിരിക്കും. ഇതാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത 2 ഇക്വേഷൻസ് ആണ്, നമ്മൾ ഡെവലപ്പ് ചെയ്ത 2 ഇക്വേഷൻസ് ആണ് ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ഓഫ് റോ വി സി ഡി ടി ബൈ ഡി ടൗ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എച്ച് എ ഡെൽറ്റ ടി ടി മൈനസ് ടി. ഇവിടുത്തെ ടേമുകളൊക്കെ അറിയാം. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, വി എന്ന് പറഞ്ഞാൽ വോള്യൂം ആണ്, സി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ഹീറ്റ് ആണ്, ഈ സ്മോൾ ടി ടെമ്പറേച്ചർ ആണ്, ഈ ടി ടൗ എന്ന് പറയുന്നത് ടൈം ആണ്, എച്ച് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്, ടി എന്ന് പറയുന്നത് ബോഡിയുടെ ഉള്ളിലെ ടെമ്പറേച്ചർ ആണ്, ടി എ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആണ്. ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിത്ത് യൂണിറ്റ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? നോക്കാം. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ കണ്ട ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. ഇത് 2 ഇക്വേറ്റ് ചെയ്തു അല്ലെ, നമ്മളവിടെ വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് 2 കൂടെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത് നോക്കി. ഇവിടെ ഡി ടി ഉണ്ട്, ഡി ടി ടെമ്പറേച്ചർ ഉണ്ട്, അതിനൊന്ന് ഇതും ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഡി ടി ബൈ ടി മൈനസ് ടി എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി അപ്പൊ ഈ മൈനസ് എന്നത് അങ്ങോട്ട് പോയി. അപ്പൊ എന്തായി, മൈനസ് എച്ച് എ എസ്, ഈ റോ വി സി നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു മൈനസ് വന്നു, റോ വി സി ഇൻറ്റു എന്താണ്, ഡി ടി. ഇതാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്തത്. റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മളൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്താണ്, ഇന്റഗ്രേഷൻ ഓഫ് എന്താണ്, ഡി ടി ബൈ ടി മൈനസ് ടി എ, ഡി ടി ബൈ ടി മൈനസ് ടി എ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 1 ബൈ ടി. ഉദാഹരണത്തിന് കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് എടുത്തത്. ഇന്റഗ്രൽ ഓഫ് 1 ബൈ ടി ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ എൻ ടി ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വന്നു, ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി മൈനസ് ടി എന്ന് പറഞ്ഞപ്പോ എന്തായി, എൽ എൻ ടി മൈനസ് ടി ആയിട്ട് മാറി, എൽ എൻ ടി മൈനസ് ടി ആയിട്ട് മാറി. ഇനി ബാക്കി എന്തുള്ളത്, മൈനസ് ഓഫ് എച്ച് എ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു വി ഇൻറ്റു സി ഇൻറ്റു എന്താണ്, ടൗ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ടൗവിനെ ഇന്റഗ്രൽ ഡി ടൗ ആണുള്ളത്, അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഓഫ് ഡി ടൗ എന്ന് പറഞ്ഞപ്പോ എന്തായിട്ട് മാറിയത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടൗ ആണ്, ഡി ടൗ എന്തായിട്ട് മാറി, ടൗ പ്ലസ് C1 ആയിട്ട് മാറി. C1 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടൗ പ്ലസ് എന്ത് ചെയ്തു, C1 നമ്മൾ ആഡ് ചെയ്തു. മനസ്സിലായോ? ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ln t minus ta minus has divided by rho vc tau plus c1. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്, ഇതിനെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൗണ്ടറി ആണ്, സിസ്റ്റം അല്ലേ, അതിനെ നമ്മൾ അതിന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോകും. ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഫസ്റ്റ് കണ്ടീഷൻ, വെൻ ടൈം ഈക്വൽ ടു 0. ടൈം ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ പ്രത്യേകത, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇനീഷ്യൽ ടെമ്പറേച്ചർ ആയിരിക്കും, ടി ഐ ആണ്. അപ്പൊ എന്താ വരിക, അത് ഈ ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, വെൻ നമുക്കറിയാം ടൈം 0 ആണ്, ടൈം 0 ആണ്. നമ്മൾ എന്ത് ചെയ്തു, ടിക്ക് പകരം ടി ഐ കൊടുത്തു. അപ്പൊ ഇത് എന്തായിട്ട് മാറി, എൽ എൻ ടി ഐ മൈനസ് ടി ഐ ആയിട്ട് മാറി, എൽ എൻ ടി ഐ മൈനസ് ടി ആയിട്ട് മാറി. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്താണ്, ടൈം എന്നുള്ളത് 0 ആക്കി. ടൈം 0 എന്ന് പറയുമ്പോൾ ഈ ടേം മൊത്തം എന്തായിട്ട് പോയി, 0 ആയി. ബാക്കി എന്താ ഉള്ളത്, C1 ആണ്. അപ്പൊ നമുക്ക് വരുന്നത് എന്താണ്, C1 ഈക്വൽ ടു ബാക്കി എന്താ ഉള്ളത്, എൽ എൻ എന്താ വരുന്നത്, ടി ഐ മൈനസ് ടി എ ആയിട്ട് മാറി. C1 ഈക്വൽ ടു എന്താണ്, എൽ എൻ എന്താണ്, ടി ഐ മൈനസ്
ടി എ ആയിട്ട് മാറി. ഇനി ഈ C1 നമ്മൾ വീണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ എന്ത് വരും? ln ടി മൈനസ് ടി എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? മൈനസ് HAS ഡിവൈഡഡ് ബൈ റോ വി സി ഇൻറ്റു ടൗ പ്ലസ് C1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താ പറയുന്നത്? ln ടി ഐ മൈനസ് ടി എ, ln ടി ഐ മൈനസ് ടി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാ. റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ln ടി ഐ മൈനസ് ടി എ മൈനസ് ഓഫ് ln എന്താണ്? എന്താ നമ്മൾ പറഞ്ഞത്? ln ടി മൈനസ് ടി എ മൈനസ് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താക്കി മാറ്റി? മൈനസ് ഓഫ് എന്തായിട്ട് മാറി? HAS ഡിവൈഡഡ് ബൈ എന്ത് വന്നു? റോ ഇൻറ്റു വി ഇൻറ്റു സി ഇൻറ്റു എന്ത് വന്നു? ടൗ വന്നു. ഇനി അപ്പോ ഈ ln നമ്മൾ കളയണം. അപ്പൊ നമ്മൾ അതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിട്ട് വരും? ln ആണ്. കോമൺ ആയിട്ട് ln നമുക്ക് കളയണം. അപ്പൊ എന്ത് വന്നു? ടി എ മൈനസ് ഓഫ് ടി ഐ മൈനസ് ടി എ ഉണ്ട്. അപ്പൊ ഇതെന്തായിട്ട് മാറി? നമുക്കറിയാം ലോഗ് അല്ലെങ്കിൽ ln. നമുക്ക് ln നമ്മൾ മാറ്റി കഴിയുമ്പോൾ എന്ത്? ലോഗറിതമിക്കലി ലോഗ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? എന്താ കിട്ടുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു? ടി മൈനസ് ടി എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ആയിട്ട് മാറി. സോ ഇതിനെ നമുക്കറിയാം എന്താക്കി എഴുതാം? ടി മൈനസ് ടി എ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ആണ്. അപ്പൊ ടി ഐ മൈനസ് ടി എ ആണെങ്കിൽ എന്തായിരിക്കും? ടി എന്നുള്ളത് തീറ്റ ആണെങ്കിൽ ടി ഐ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് തീറ്റ ഐ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വന്നു? എക്സ്പോണൻഷ്യൽ ഓഫ് എന്ത് വന്നു? മൈനസ് എച്ച് എ ഡിവൈഡഡ് ബൈ റോ വി സി ഇൻറ്റു എന്ത് വന്നു? ടൗ വന്നു. ടൗ വന്നു. ഇതാണ് നമ്മുടെ എൻറ്റയർ ഡെറിവേഷൻ. ഇത്രയും വരെയാണ് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? ഇത്രയും ഭാഗമാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് നമുക്ക് വേണ്ടത്. ലംബ്ഡ് പാരാമീറ്റർ അനാലിസിസ്. തീറ്റ ബൈ തീറ്റ ഐ that is equal to exponential of minus HAS divided by rho VC into tau. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഇതിനെ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതുവരെയാണ് ഫസ്റ്റ് പാർട്ട് നമ്മുടെ എന്ത് വരുന്നുണ്ടാവുക? ഡെറിവേഷന്റെ ഫസ്റ്റ് പാർട്ട്. മനസ്സിലായല്ലോ? ലംബ്ഡ് പാരാമീറ്റർ അനാലിസിസ്. ഇനി ഇതേ കോൺസെപ്റ്റ് തന്നെ ഇനി നമുക്ക് നോക്കാം. ഇത് തന്നെ നമ്മൾ നമുക്ക് നോക്കാം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, അതവിടെ നിൽക്കട്ടെ. വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്താണ് എക്സ്പൊണൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് എക്സ്പൊണൻഷ്യൽ കൂളിംഗ്? നമുക്കറിയാം എക്സ്പൊണൻഷ്യൽ കൂളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇപ്പൊ എക്സ്പൊണൻഷ്യൽ ഹീറ്റിംഗ് എന്ന് പറയുമ്പോഴോ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. അത് ഓക്കെ ആണല്ലോ? എക്സ്പൊണൻഷ്യൽ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. എക്സ്പൊണൻഷ്യൽ കൂളിംഗ് എന്ന് പറയുമ്പോൾ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയും. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ബൗണ്ടറി കണ്ടീഷനുള്ള കോമൺ ടേമിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, കോമൺ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ബൈ തീറ്റ ഐ, തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഐ എന്നുള്ള ടൈമിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് വരും? എന്താ നമുക്ക് കിട്ടുക? തീറ്റ ബൈ തീറ്റ എന്നുള്ള ടേമിലേക്ക് ഇതിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഇതേ സംഭവം നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഏത്? തെർമൽ റെസിസ്റ്റൻസും. തെർമൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുത്തു? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 1 ഡിവൈഡഡ് ബൈ HAS ഇൻറ്റു റോ വി സി. ദാറ്റ് മീൻസ് ഇതറിയാം, ഇതെന്താണ്? RTH ആണ്. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? CTH ആയിട്ട് എടുത്തു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഓരോ ടൈമിലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടൈമിനനുസരിച്ച് എന്താണ്? തീറ്റ ബൈ തീറ്റ ഐ എന്ന് പറഞ്ഞ ഡയമെൻഷണൽ ടേം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ ടെമ്പറേച്ചറിലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ ടൈമിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? മാക്സിമം നമുക്ക് വരുന്നത് എത്രയാ? 1 ആണ്. ഈ എക്സ്പോണൻഷ്യൽ ഈ ടേം തീറ്റ ബൈ തീറ്റ എന്നുള്ളത് എത്രയാണ്? ട്രാൻസിയന്റ് കണ്ടീഷനകത്ത് റെസ്പോൺസ് എന്താ വരുന്നുണ്ടാവുക? ഓരോ ടൈമിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് തീറ്റ ബൈ തീറ്റ, ട്രാൻസിയന്റ് ടൈം. നോക്കാം. ഇനി അടുത്തൊരു ടേം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതാണ് തെർമൽ ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ റോ വി സി ബൈ, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു HA ബൈ റോ വി സി എന്നാണ് കണ്ടത്. ഇതിനെ, ഈ ക്വാണ്ടിറ്റിനെ റോ വി സി ബൈ HASനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? വിളിക്കുന്ന പേരാണ് തെർമൽ ടൈം കോൺസ്റ്റന്റ്. എന്താ നമ്മൾ വിളിക്കുന്നത്? തെർമൽ ടൈം കോൺസ്റ്റന്റ്.
ഓർത്ത് വയ്ക്കുക, റോ വി സി ബൈ HAS നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? തെർമൽ ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇതിന്റെ ഈ ക്വാണ്ടിറ്റി, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൗ എച്ച് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ്, ടൈം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, എച്ച് എന്നോ ടി എച്ച് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എന്നുള്ളത് നമ്മൾ ഉദാഹരണത്തിന് ഒരു പെട്ടെന്ന് നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കുവാണ്, ടെമ്പറേച്ചർ നമ്മൾ പെട്ടെന്ന് ഒരു എൻവിറോൺമെന്റ്, നമ്മൾ ഹീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പെട്ടെന്ന് പുറത്തു വെച്ചു, അല്ലെങ്കിൽ ഒരു തണുത്ത വെള്ളത്തിൽ മുക്കി, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു കേസ് ഒക്കെ എടുക്കുവാണ്. അപ്പൊ ഇത് ഏതിനെ വേരി ചെയ്യും? ഈ ടൈമിനെ വേരി ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ശരിക്കും? ആക്ച്വലി കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി. കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ കൺവെക്റ്റീവ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ടൈമിനനുസരിച്ച് ഈ വരുന്ന വേരിയേഷൻ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന ഏതിനായിരിക്കും? ഈ റോ വി സി ബൈ HAS ആയിരിക്കും നമുക്ക് എഫക്ട് ചെയ്യാം. മനസ്സിലായോ? ദാറ്റ് മീൻസ് tau TH that is equal to എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 1 divided by HAS into rho VC, that is RTH into CTH എന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് നമുക്കറിയാം RTH എന്ന് പറയുന്നത് എന്താണ്? 1 divided by HAS ആണ്, റെസിസ്റ്റൻസ് ടു എന്താണ്? കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. CTH എന്ന് പറയുന്നത് എന്താണ്? റോ VC ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ലംബ്ഡ് തെർമൽ കപ്പാസിറ്റൻസ് ആണ്, ലംബ്ഡ് തെർമൽ കപ്പാസിറ്റൻസ് ആണ്. മനസ്സിലായല്ലോ? ഈ രണ്ട് ടൈം നമുക്ക് ഇവിടെ പിടികിട്ടി. നമുക്ക് നോക്കാം ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു തെർമൽ, നമുക്കൊരു അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ അതേ സംഭവത്തിനെ തന്നെ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഒരു CTH എന്നൊരു ടൈം നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് എന്താണ്? RTH ഇൻറ്റു എന്താണ്? CTH അല്ലേ വരുന്നത്. അപ്പൊ ഇതൊരു കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? തെർമൽ കണ്ടക്ടൻസ് റോ VC ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 1/HA ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്ത് വരും? RTH ഇൻറ്റു CTH വരും. അവിടെ വരുന്ന ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടുത്തെ നമുക്ക് വരുന്ന സ്വിച്ചിൽ വരുന്ന എനർജി എന്ന് പറയുമ്പോൾ എന്ത് വരും? RTH ഇൻറ്റു CTH വരും. ഇതാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യും. അപ്പൊ എന്താണ് വേരിയേഷൻ വരിക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് വരുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ ഇനി ഇതിനകത്ത് നമ്മൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി ആണ് ഇവിടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് എന്താ വരുന്നത് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ എടുത്ത പവർ ഓഫ് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താ നമ്മൾ ചെയ്ത്? ഈ പവർ എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താ എടുത്തത്? HAS ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? റോ VC ഇൻറ്റു ടൗ. ഈ ടേമിനെ ഇതേ കോൺസെപ്റ്റില് ഇപ്പൊ നമ്മൾ പറഞ്ഞ തെർമൽ ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുത്തു? ഈ പറയുന്ന എന്തായിട്ട് എടുത്തു? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച RTH ഇൻറ്റു CTH ആയിട്ട് എടുത്തു. വെച്ചിട്ടുണ്ടെങ്കിൽ തെർമൽ അനലോഗി ആയിട്ട് കൺസിഡർ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ടൈമിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ടൈം എന്ന് പറയുന്നത് ആ തെർമൽ റെസിസ്റ്റൻസ് CTH ഇൻറ്റു RTH നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്താണ്? ഇതാണ് വരുന്നുണ്ടാവുക. HV ഡിവൈഡഡ് ബൈ KAS ഇൻറ്റു എന്ത് വരും? AS സ്ക്വയർ ഇൻറ്റു K ഡിവൈഡഡ് ബൈ റോ V സ്ക്വയർ ഇൻറ്റു C ഇൻറ്റു ടൗ. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പുതിയ രണ്ട് ടേംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒന്ന് ആൽഫ-C, ഒന്ന് നമ്മൾ LC എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയോ? V ഡിവൈഡഡ് ബൈ A ആണ്. വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ, V/A. അതുപോലെ തന്നെ പുതിയ 2-3 ടേമുകൾ നമ്മൾ പുതിയതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൽഫ തെർമൽ ഡിഫ്യൂസിവിറ്റി, റോ VC ബൈ K. ആൽഫ തെർമൽ ഡിഫ്യൂസിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു റോ VC ബൈ K. ഓക്കെ, ടൗ ഉണ്ട്, LC ഉണ്ട്. ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ബിക്കം എന്തായിട്ട് മാറും? HLC ബൈ K ഇൻറ്റു ആൽഫ ടൗ ഡിവൈഡഡ് ബൈ LC സ്ക്വയർ ആയിട്ട് മാറും. മനസ്സിലായോ? ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഫ എന്ന് പറഞ്ഞാൽ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്, K/ρC ആണ്. LC എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം വോളിയം ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സോളിഡ് ആണ് എന്തെന്നുള്ളത്? ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഓരോ വാല്യൂ ഈ ഓരോ LC എന്നുള്ള ടൈമിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്തിന്റെ വാല്യൂ വ്യത്യാസം വരുന്നുണ്ടാവുക? നമ്മുടെ ഈ ഓരോ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ തെർമൽ ഹീറ്റ് ട്രാൻസ്ഫർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ തെർമൽ കോൺസ്റ്റന്റ് വേരി ചെയ്യുക ഏതിനനുസരിച്ച്? LCക്ക് അനുസരിച്ച്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇത് LC എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. ഇത് എന്താ ചെയ്യണേന്ന് അറിയൂ? ദാറ്റ് മീൻസ് വോളിയം ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുക്കുവാണ്.
ടേമിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ടേമിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എന്തെടുക്കുന്നത്, ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എടുക്കുന്നത്. ലെങ്ത് എൽ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു L/2 ആണ് സെമി തിക്നെസ്. അതേസമയം തന്നെ ഒരു സിലിണ്ടർ നമ്മൾ എടുക്കുവാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, R/2 ആണ്. എന്ന് പറഞ്ഞാൽ റേഡിയസ് ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഫിയർ എടുക്കുവാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, R/3 ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്, വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, R/3. വോളിയം എന്ന് വെച്ചാൽ സിലിണ്ടർ അതുപോലെ നമ്മളൊരു ക്യൂബ് എടുക്കുവാണെങ്കിൽ എന്താ വരണ്ടാവുക, L. മനസ്സിലായോ? ക്യൂബ് എടുക്കുവാണെങ്കിൽ LC എന്ന് പറയുന്നത് എന്താ വരണ്ടാവുക, L/6 ആണ് വരും. ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പുതിയ 2 ടേംസ്, നമ്മൾ ഡയമെൻഷൻലെസ് ടേംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് ബയോട്ട് നമ്പർ ആണ്, പിന്നെ ഒന്ന് നമ്മൾ ഫൊറിയർ നമ്പർ ആണ്. ഈ ബയോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ, ബയോട്ട് നമ്പർ B കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയാ, ബയോട്ട് നമ്പർ എന്ന് പറയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്, ബയോട്ട് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നതാണ് BI. ബയോട്ട് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നതാണ് BI ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, HLC/K. എന്താണ്, HLC/K എന്നാണ് പറയാ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന H ആണ്. H എന്ന് വെച്ചാൽ എന്താണ്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. K എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞത്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ എന്ത് പറഞ്ഞത്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ബയോട്ട് നമ്പർ ആണ്. നമുക്കറിയാം നോർമൽ കേസിൽ ലംബ്ഡ് പാരാമീറ്റർ സിസ്റ്റം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുക എവിടെയാണെന്നറിയോ, ബയോട്ട് നമ്പർ ലെസ് ദാൻ 0.1 താഴെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക, ലംബ്ഡ് പാരാമീറ്റർ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ അർത്ഥം, അങ്ങനത്തെ കേസിൽ നമ്മളൊരു സ്ഫിയർ എടുത്താലോ പ്ലേറ്റ് എടുത്താലോ അതിനകത്ത് അല്ലെങ്കിൽ ക്യൂബ് എടുത്താലോ ഏത് എടുത്താലും അവിടെ വരുന്ന എറർ എന്തായിരിക്കും, ലെസ് ദാൻ 5% ആയിരിക്കും. ഏതിന്റെ കേസിൽ, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കേസിൽ. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ പുതിയൊരു ഡയമെൻഷൻലെസ് നമ്പർ നമ്മൾ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഫൊറിയർ നമ്പർ. ഫൊറിയർ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, F0 ആണ്. ഫൊറിയർ നമ്പർ എന്ന് പറയുന്നത് ഫൊറിയർ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ആൽഫ ടൗ ഡിവൈഡഡ് ബൈ LC². ആൽഫ എന്ന് പറഞ്ഞാൽ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്, ടൗ എന്ന് പറഞ്ഞാൽ ടൈം ആണ്, ഡിവൈഡ് ബൈ LC² എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് ഇത് സിഗ്നിഫൈ ചെയ്യുന്ന എന്താണെന്നറിയോ, നമ്മുടെ പെനട്രേഷൻ ഓഫ് ഹീറ്റിംഗ് ഓർ കൂളിംഗ് ആണ്. എന്താണ്, പെനട്രേഷൻ ഓഫ് ഹീറ്റിംഗ് ഓർ കൂളിംഗ് എഫക്ട് ആണ് ഏത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫൊറിയർ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഫൊറിയർ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഹീറ്റിംഗ് ഓർ കൂളിംഗ്, ഏത് ടൈപ്പ് ആണ്, ഹീറ്റിംഗ് ആണോ അതോ കൂളിംഗ് ആണോ എന്നുള്ളതാണ് ആര് റെപ്രസെന്റ് ചെയ്യുക, നമ്മുടെ ഫൊറിയർ നമ്പർ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ ബയോട്ട് നമ്പർ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണ്, കണ്ടക്റ്റീവ് ആണോ കൺവെക്റ്റീവ് ആണോ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഉദാഹരണം, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ 2/1 ആണ് എടുക്കുന്നത്. 2/1 എന്ന് വെച്ചാൽ എന്താണ്, 2 ആണ്. അപ്പൊ ബയോട്ട് നമ്പർ കൂടുകയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിരിക്കും. മനസ്സിലായോ? ബയോട്ട് നമ്പർ ഉദാഹരണം കുറയുകയാണെങ്കിലോ, എന്തായിരിക്കും, അപ്പൊ ഉദാഹരണത്തിന് 1/2 ആണ് എടുക്കുന്നത്. അപ്പൊ എന്താ, കണ്ടക്റ്റീവ് ഹീറ്റ് 0.5 അല്ലേ വരുന്നത്. അപ്പൊ ബയോട്ട് നമ്പർ കുറയുകയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നോക്കുക അല്ലെ, വെച്ചിട്ടുണ്ടെങ്കിൽ കൺവെക്റ്റീവ് ബയോട്ട് നമ്പർ ഈക്വൽ ടു എന്താണ്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ ശ്രദ്ധിക്കുക എന്താണ്, ബയോട്ട് നമ്പർ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണ്, വെദർ ദാറ്റ് ഈസ് എ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ ഓർ കണ്ടക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് ആര് സിഗ്നിഫൈ ചെയ്യുന്നത്, ബയോട്ട് നമ്പർ സിഗ്നിഫൈ ചെയ്യുന്നത്. ഫൊറിയർ നമ്പർ എന്താ സിഗ്നിഫൈ ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് പെനട്രേഷൻ ഈസ് ഹീറ്റിംഗ് ഓർ കൂളിംഗ്, ഹീറ്റിംഗ് ആണോ എഫക്ട് കൂളിംഗ് ആണോ എഫക്ട് എന്നുള്ളതാണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എന്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഫൊറിയർ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ അപ്പൊ ഈ ടേമിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഈ ടേമിലെ മൊത്തത്തിൽ HLC/K ഇൻറ്റു ആൽഫ ടൗ ഡിവൈഡ് ബൈ LC². ഈ ടേമിനെ മൊത്തം നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ് കേട്ടോ.
ഇതിനെ നമുക്കറിയാം HLC/K എന്ന് പറയുമ്പോൾ എന്താണ് ബയോട്ട് നമ്പർ ആണ്, ഇതെന്താണ് F0 ആണ്. അപ്പോൾ ടോട്ടലി നമുക്കറിയാം ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നത് എന്താ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് T മൈനസ് ടി എ ഡിവൈഡഡ് ബൈ ടി ഐ മൈനസ് ടി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് ഈ മൊത്തം ടേം അല്ലേ, ഈ HA ബൈ റോ വി സിന്റെ ടൗ. അപ്പൊ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇത് എന്താക്കി മാറ്റി, എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് എന്താക്കി മാറ്റി, ബയോട്ട് നമ്പർ ഇൻറ്റു എന്തായി മാറ്റി, ഫൊറിയർ നമ്പർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഡെറിവേഷൻ ഫൈനലി വന്ന് നിൽക്കുന്നത്. നോക്കാം എന്താ പറയണത്, തീറ്റ ബൈ തീറ്റ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ടി മൈനസ് ടി എ ഡിവൈഡഡ് ബൈ എന്താണ് ടി ഐ മൈനസ് ടി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് എക്സ്പോണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് അവിടെ നേരത്തെ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻറ്റു എന്താണ് ബയോട്ട് നമ്പർ ഇൻറ്റു എന്താണ് ഫൊറിയർ നമ്പർ. ബയോട്ട് നമ്പർ ഇൻറ്റു ഫൊറിയർ നമ്പർ എന്താ ചെയ്ത്, ആ ഫുൾ ടേമിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇതിനെ HAS ഡിവൈഡഡ് ബൈ റോ വി സി ഇൻറ്റു ടൗവിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എന്താക്കി മാറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താക്കി മാറ്റി, HLC/K ഇൻറ്റു ആൽഫ ടൗ ഡിവൈഡഡ് ബൈ എന്താ HLC/K ഇൻറ്റു ആൽഫ ടൗ ഡിവൈഡഡ് ബൈ എന്താക്കി മാറ്റി, LC² ആക്കി മാറ്റി. അപ്പൊ എന്തായിട്ട് മാറി, ഈ ഇക്വേഷൻ രണ്ടും എന്തായിട്ട് മാറി, ഒന്ന് ബയോട്ട് നമ്പറും അടുത്തത് എന്തായിട്ട് മാറി, ഫൊറിയർ നമ്പറുമായിട്ട് മാറി. സോ എന്തായിട്ട് മാറി, തീറ്റ ബൈ തീറ്റ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ടി മൈനസ് ടി എ ഡിവൈഡഡ് ബൈ ടി ഐ മൈനസ് ടി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി എക്സ്പോണൻഷ്യൽ ഓഫ് എന്തായി ബയോട്ട് നമ്പർ ഇൻറ്റു ഫൊറിയർ നമ്പർ. ഇതുവരെയാണ് നമ്മുടെ എന്ത് വരുന്നുണ്ടാവും, ഡെറിവേഷൻ വരുന്നുണ്ടാവുക. ഇതൊരു 6 മാർക്കോ 7 മാർക്കോ ഒക്കെ വരാം. അപ്പൊ ഈ ഡെറിവേഷൻ കമ്പൽസറി നോട്ട്ബുക്കിൽ എഴുതി എടുക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമതൊന്ന് നിങ്ങൾ കാണുക കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ റീഅറേഞ്ച് ചെയ്യേണ്ട. നമുക്ക് അടുത്തത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ.